ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ അത് പതിവ് പോലെ തന്നെ രാവിലെ തന്നെ നിസ്കാരവും ഓത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കളയ്ക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കറി ഉണ്ടാക്കിയത് ഗ്രീൻ പീസാണ് കേട്ടോ. ഗ്രീൻ പീസും പിന്നെ ഉള്ളിയും പിന്നെ പച്ചമുളകും തക്കാളിയും ഇത്തിരി ചിക്കൻ മസാലയും മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടുകൊണ്ടൊരു കറി കേട്ടോ. പിന്നെ അതേ മൈദ കൊണ്ട് ദോശ ഇട്ടുണ്ടാക്കിയത്. അതിൽ ചെറുതായിട്ട് പിന്നെ ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട്. അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് അടിച്ച് വാരാൻ വേണ്ടിയിട്ട് മുറ്റത്ത് ഇന്ന് നല്ലോണം കച്ചറുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ല, കേക്ക് ഫ്രൂട്ട് മരം മുകളിൽ വെട്ടിയില്ല. അപ്പോൾ അതിൻ്റെ ഷീറ്റും ഉണ്ടായിരുന്ന കച്ചറകളൊക്കെ നമ്മൾ ഷിബിലു മോനും മാറാല തട്ടിയുകൊണ്ട് അടിച്ച് വാരിയതായിരുന്നില്ല. അപ്പോൾ ആ കച്ചറൊക്കെ വീണ് കിടക്കുന്നത് ഇവിടെ കേട്ടോ. പിന്നെ ഇന്നലെ വൈകുന്നേരമാണെന്നുണ്ടെങ്കിൽ അടിച്ച് വരാൻ ടൈമും കിട്ടിയില്ല, മഗ്‌രിബായില്ല. അപ്പോൾ പിന്നെ അടിച്ച് വരാൻ ടൈം കിട്ടില്ല. അപ്പോൾ രാവിലെ അടിച്ച് വരാമെന്ന് വെച്ചു. പിന്നെ ചാക്കിൽ ആക്കിയിട്ട് വേസ്റ്റൊക്കെ ഇട്ടിരുന്നില്ല, അതിൽ ചപ്പുകളൊക്കെ അതൊക്കെ ഇങ്ങോട്ടാണ് ഇട്ടത്. നമ്മളെ തൊടുവിൽ തന്നെ വളമായിക്കോട്ടെ, അത് ചീഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വളമാവുമല്ലോ. നമ്മുടെ ഫ്രൂട്ട്സ് തൈകളുടെ ചുവട്ടിൽ തന്നെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനത്തെ അടിച്ച് വരാണ്. ഇന്നലെ പിന്നെ മുകളിലൊക്കെ ക്ലീനാക്കി വന്നതിന് ശേഷം പിന്നെ രാത്രി മുറ്റത്തേക്ക് നോക്കിയപ്പോൾ നിറയെ കച്ചറട്ട്. അപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നിട്ട് അടിച്ച് വാരാഞ്ഞിട്ട് നേരെ വെളുക്കട്ടെ ഇൻഷാ അല്ലാഹ് എന്നിട്ട് വേണം അത് പെട്ടെന്നൊന്ന് ക്ലീൻ ആക്കാനെന്ന് വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ നേരത്തെ എണീറ്റ പാടെ പിന്നെ അടുക്കളയിലൊക്കെ കയറിയിട്ട്, കാരണം മുറ്റത്തൊക്കെ വെളിച്ചം വെക്കുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ പെട്ടെന്ന് ചായയും കടി ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ആ സ്പോട്ടിൽ തന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയതാട്ടോ അടിച്ച് വാരാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ അടിച്ചു വാരുന്നതിൻ്റെ ഇടയിലൂടെ നമ്മുടെ മുനിസിപ്പാലിറ്റീൻ്റെ വെള്ളം വണ്ടി വന്നു കേട്ടോ. ഈ പ്രദേശത്തൊക്കെ വെള്ളം കുറവാണ് കേട്ടോ. എല്ലാ പ്രാവശ്യം നമുക്ക് വെള്ളം ഉണ്ടാവാറുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം വെള്ളം കുറവാണ് കേട്ടോ. അപ്പോൾ പിന്നെ വണ്ടി വരുമ്പോൾ ഞാനും പിടിച്ച് വെക്കാറാണ് കേട്ടോ വെള്ളം ഏത് ടൈമിലാണ് വരിക എന്നൊന്നുമില്ല കേട്ടോ. പല ടൈമിലായിരിക്കും കേട്ടോ അവർ വരിക. കാരണം എന്താണെന്ന് വെച്ചാൽ പല സ്ഥലത്തും വെള്ളം കൊടുക്കാനുള്ളതല്ല. അപ്പോൾ അവർ എന്നും പല ടൈമിലാണ് കേട്ടോ വരിക. പിന്നെന്താണെന്ന് വെച്ചാൽ ഓരോ ഭാഗത്ത് കൊടുത്ത് കഴിയുമ്പോൾ വെള്ളം കഴിയും. അപ്പോൾ വീണ്ടും അവർ വെള്ളം എടുക്കാനും വേണ്ടി പോകും. അങ്ങനെ ഒക്കെ കൂടി ടൈം കൊടുക്കും കേട്ടോ. ഏതായാലും അൽഹംദുലില്ലാഹ് ഈ ടൈമിൽ അവർ വെള്ളം ഇല്ലാത്തവർക്ക് വെള്ളം എത്തിച്ച് തരുന്നുണ്ടല്ലോ, അതുതന്നെ വലിയ ഭാഗ്യമല്ലേ. നമ്മുടെ ഈ വീട് നിൽക്കുന്ന ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മഴ പെയ്താൽ നിറയെ ഈ റോഡിന് കൂടെ ഒക്കെ വെള്ളം ഒഴുകി പോകുമായിരിക്കും കേട്ടോ. എന്നാലോ വേനൽക്കാലത്താണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തുള്ളവർക്ക് ആർക്കും വെള്ളം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ഏരിയയാണ് കേട്ടോ ഈ ഏരിയ. പക്ഷേ നമുക്ക് 10 വർഷമായി നമ്മളിതുവരെ കൂടിയിരുന്നിട്ട് ഇതുവരെ അൽഹംദുലില്ലാഹ് വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം എന്തോ എന്നറിയില്ല, ചെറുതായിട്ടൊരു വെള്ളത്തിന് കുറവ് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വെള്ളം അപ്പോഴേനും മുറ്റത്തൊക്കെ ഒന്ന് ഇറക്കി വെച്ചു കേട്ടോ. പിന്നെ ഷിബിലി മോനെ ഇക്കൊക്കെ വന്നതിന് ശേഷം ഉള്ളിലേക്ക് എടുത്ത് വെക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ വീണ്ടും അടിച്ച് വരികയാണ്. ഇത് നമ്മൾ ഷിബിലി മോന് മുകളിൽ നിന്ന് ചാക്കിലിട്ടില്ല ചപ്പുകളൊക്കെ, അതൊക്കെയാണ് കേട്ടോ ഈ അടിച്ച് വാരി ക്ലീൻ ആക്കുന്നത്. വെള്ളം ഇല്ലാത്തവർക്കല്ല അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ അല്ലേ. എന്താ ചെയ്യുക, ഇപ്പോഴന്നെ നല്ല ചൂടാണ്, നല്ലോണം എല്ലാവർക്കും വെള്ളത്തിന് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഏതായാലും ഇനിയൊന്നും മഴ പെയ്യണല്ലേ, എല്ലാവരും ഒന്ന് റാഹത്തിലാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതേ ഞാൻ അടിച്ച് വാരിയപ്പോഴേക്കും നമ്മൾ ഷിബിലി മോനെ ഇക്കയും കൂടി വെള്ളമൊക്കെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. പിന്നെ എല്ലാവരുടെയും ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോറ് വെച്ച് ചീരൻ്റെ കറിയായി. പിന്നെ ഇത് മീനാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം കൗണ്ടർ ടോപ്പും ക്ലീൻ ആക്കി കേട്ടോ. അതിനുശേഷം അടിച്ചു വാരലും കഴിഞ്ഞു ഇതേ തുടക്കുകയാണ്. മീൻ ഗ്യാസുമ്മേലുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെയാണ് തുടക്കലും ചെയ്യുന്നത്. ചിലപ്പം ഞാൻ കുളി കഴിഞ്ഞതിന് ശേഷം മീൻ പൊരിക്കും കേട്ടോ. ചിലപ്പോൾ ആ സമയത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മറന്നു പോകും ചെയ്യും. അപ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കാൻ ടൈമിലാവും കേട്ടോ ഓർമ്മ. അപ്പോൾ ഞാൻ അധികവും ഇങ്ങനെയായിട്ട് ചെയ്യാറ്, തുടക്കണ സമയത്ത് തന്നെയാണ് മീൻ വെക്കും കേട്ടോ. പിന്നെ അത് തുടക്കലും കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിച്ചു അതിന് ശേഷം വൈകുന്നേരത്തേക്കുള്ളതാണ് കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ കടല പുഴുങ്ങിയതാണ്. പിന്നെ ചായയും വെച്ചു കേട്ടോ. അതൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം കുറച്ച് പുറത്തേക്കൊക്കെ ഇറങ്ങി പിന്നെ അത് രാത്രിക്കുള്ളത് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇക്കാക്കുള്ളത് മക്രോണിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. മക്രോണി ആദ്യം തന്നെ ഒന്ന് വേവിച്ച് വെച്ചിരുന്നു കേട്ടോ. അതിന് ശേഷം ഉള്ളി ഒക്കെ ഒന്ന് ഉപ്പിട്ട് വഴറ്റിയ ശേഷം അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് പാരുകയാണ് കേട്ടോ. പിന്നെ അത് കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് ഡ്രൈ ആവുന്നവരെ ഒന്ന് വഴറ്റിയിട്ടോ. പിന്നെ മുകളിൽ ചപ്പിട്ട് കൊടുത്തു. അങ്ങനെ അതെ ഞങ്ങൾ രാത്രി ഡിന്നറൊക്കെ കഴിക്കൽ കഴിഞ്ഞു, അടുക്കളൊക്കെ ക്ലീൻ ആക്കിയിട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.